എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനെയും ടീംസിനെയും കാണിക്കുന്നു. കുട്ടപ്പനാണെങ്കില് അവളെ ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്നൊന്നും അറിയാതെ ഇപ്പൊ വണ്ടറടിച്ച് ആരായിരിക്കും അവളെ കൊണ്ടുപോയതെന്ന് ഇപ്പൊ ബാക്കിയുള്ളവരോട് ചോദിക്കും. അതിന് ഷിനോ പറയും, അവരും നമ്മളെ പോലെ തന്നെ പിക്കാച്ചുവിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത്. നമുക്ക് മുന്നേ പിക്കാച്ചുവിന് വേണ്ടി അവരിവിടെ എത്തിയിരുന്നു. ഇപ്പൊ അവർക്ക് ആവശ്യം ഹിനട്ടയെ അല്ല, മറിച്ച് ഈ ഒരു പിക്കാച്ചുവിനെയാണ്. അത് കേട്ട് കുട്ടപ്പൻ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ? യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് നിങ്ങളത് എന്നിൽ നിന്ന് എന്തിനു മറച്ചു വെച്ചു? അപ്പൊ കിബ പറയും, അത് നീ അറിഞ്ഞാല് തീർച്ചയായിട്ടും അവിടെ വലിയൊരു ഫൈറ്റ് നടക്കും. ഒരു പക്ഷേ അത് പിക്കാച്ചുവിനെ ബാധിച്ചാലോ എന്ന് കരുതിയാണ് ഞങ്ങളത് മറച്ചു വെച്ചത്. ആക്ച്വലി അവര് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാതിരുന്നത് പിക്കോച്ചുവിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് അവര് നമ്മുടെ പെങ്കൊച്ചിനെ നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്ത് ഇപ്പൊ പിക്കോച്ചുവിനെ ഹിനട്ടയ്ക്ക് പകരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പട്ടിക്കുട്ടി പറയും, ഇവിടെ വരെയാണ് ഹിനട്ടയുടെ സ്മെല്ല് എനിക്ക് കിട്ടുന്നത്. അത് മറ്റെവിടെയോ അല്ല, അവള് മുഖം കഴുകിക്കൊണ്ടിരുന്ന ആ ഒരു അരുവിയുടെ തീരമാണ്. അപ്പൊ ഷിനോ അവന്റെ ഈച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് ഹിനട്ടയെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഇപ്പൊ ഷിനോയ്ക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങും. അവർ ആക്ച്വലി കമിസരു ക്ലാനിലുള്ളവരാണ്. ഞങ്ങളുടെ ക്ലാനിലുള്ളവരെ പോലെ തന്നെ അവർക്കും ഈച്ചകളെ കൺട്രോൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു റെക്കോർഡുകളിലും ഈ ഒരു ക്ലാൻ ജീവിച്ചിരിക്കുന്നതായിട്ട് യാതൊരു തെളിവുമില്ല. അവർക്ക് ആവശ്യം പിക്കോച്ചുവിനെയാണ്. അതുപയോഗിച്ച് അവരുടെ ക്ലാന് തന്നെ തിരികെ പിടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഷിനോയ്ക്ക് അവന്റെ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്ത ഒരു കഥ ഓർമ്മ വരിക. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് സ്റ്റോൺ വില്ലേജിൽപ്പെട്ട ഏതാനും ചില നിഞ്ചകള് ലീഫ് വില്ലേജിനെ അവരുടെ അധീനതയിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ഈ ഒരു കമിസരു ക്ലാനാണ് അന്ന് ലീഫ് വില്ലേജിന്റെ കൂടെ നിന്നത്. ഈ ഒരു കമിസരു ക്ലാനാണ് അന്ന് സ്റ്റോൺ വില്ലേജിന്റെ കൂടെ നിന്ന് ഈച്ചയെ വിട്ട് അറ്റാക്ക് ചെയ്തത്. അവരെ എതിർത്ത് ലീഫ് വില്ലേജിന്റെ കൂടെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്തവരാണ് അബുറാമി ക്ലാൻസ്. അന്നത്തെ ആ ഒരു യുദ്ധത്തില് കമിസരു ക്ലാനിലുള്ള ഒരുപാട് പേര് മരിച്ചുപോയി. മാത്രമല്ല ആ ഒരു ക്ലാൻ തന്നെ അന്ന് അവിടെ വെച്ച് ഇല്ലാതായി. അന്ന് ഓൾറെഡി കുറച്ചു പേര് രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവര് തന്നെയായിരിക്കും ഇപ്പൊ പിക്കോച്ചുവിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഇപ്പൊ ഷിനോ അടിച്ചു പറയും. കട്ട് ചെയ്ത ഇപ്പൊ ഹിനട്ടക്കുട്ടപ്പി അവളുടെ ബോഡി മുഴുവൻ ഇപ്പൊ തേനായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അവളിപ്പൊ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളുടെ ചുറ്റും മുഴുവൻ ഒരുപാട് തേനീച്ചയാണ്. അവൾ ഒന്നനങ്ങിയ തീർച്ചയായിട്ടും അതവളെ കൊത്തിപ്പറിക്കും. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ വില്ലന്മാരെ കാണിക്കും. അതില് ആ ഒരു പെണ്ണു പറയും, ലീഫ് വില്ലേജ് അതിപ്പോ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറോച്ചിമാറുമായിട്ടുള്ള ഫൈറ്റില് അവർക്ക് ഒരുപാട് ഷിനോബീസിനെ നഷ്ടപ്പെട്ടു പോയി. ആ ഒരു യുദ്ധത്തില് അവരുടെ തേർഡ് ഹൊക്കാഗ പോലും മരണപ്പെട്ടു. ഈ അവസരം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിക്കോച്ചോ ഉപയോഗിച്ച് നമ്മുടെ ടീമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും നമുക്ക് കണ്ടെത്താം. ശേഷം ലീഫ് വില്ലേജുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു വില്ലേജ് തന്നെ നമുക്ക് കൈവശപ്പെടുത്താം. അവളുടെ കയ്യില് അവളുടെ ഗ്രാൻഡ് പേയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് തുറന്നു കാണിച്ചിട്ട് അവളിപ്പോ പറയും, എന്റെ ഗ്രാൻഡ് പാ മരിക്കുന്നതിന് മുൻപായിട്ട് ഒരു പ്രത്യേക രഹസ്യങ്ങൾ അടങ്ങിയ ബുക്ക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പിക്കോച്ചു ആ ഒരു ബുക്ക് എനിക്ക് കണ്ടുപിടിച്ചു തരും. അത് നമ്മുടെ കയ്യിൽ കിട്ടിയ പിന്നെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ ഇപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കും. കട്ട് ചെയ്ത ഇപ്പൊ ഷിനോയുടെ ഈച്ച അതൊരുപാട് ഫൈറ്റ് ചെയ്ത് തളർന്ന് ഒട്ടും വയ്യാതെ ഇപ്പൊ ഷിനോയുടെ കയ്യിലേക്ക് തന്നെ തിരികെ വരും. അത് കാണുമ്പോ അവന് മനസ്സിലാവും വില്ലന്മാരുടെ ഈച്ചകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത്. നമുക്കൊരു ഇൻഫർമേഷനും ഇതുവരെ കണ്ടുപിടിക്കാനായില്ല. നമുക്കിപ്പോ വലുത് ഹിനട്ടക്കുട്ടിയുടെ ലൈഫാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിക്കോച്ചുവിനെ കൊടുത്ത് ഹിനട്ടയെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണമെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അതിന് ഷിനോ പറയും, ഹിനട്ടയാണ് ഈ ഒരു മിഷന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത്. ഈ മിഷൻ ഫെയിലായെന്നറിഞ്ഞ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവള് തന്നെയായിരിക്കും. കാരണം പിക്കോച്ചുയെ കണ്ടുപിടിക്കാൻ ചാൻസ് വളരെ കുറവായിട്ട് പോലും അവളാണ് ഈ ഒരു മിഷന് വേണ്ടി അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഉറച്ചു നിന്നത്. അത് കേട്ട് കുട്ടപ്പൻ, നമ്മളെ കൊണ്ട് അവളെ കണ്ടുപിടിക്കാൻ കഴിയുന്നാണോ നീ പറയണേ? നിനക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ അതിന് ഷീനോ, നമുക്ക് വേറെ വഴിയില്ല. എന്തായാലും അവർക്ക് പിക്കോച്ചുവിനെ വേണം. അതുകൊണ്ട് തന്നെ അവർ ഹിനട്ടക്കുട്ടപ്പിയുമായിട്ട് നമ്മുടെ അടുക്കൽ വരും. ആ സമയത്ത് നമുക്ക് തന്ത്രപരമായി അവളെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും
അവനെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ആൾക്കാർ കണക്ക് കൂട്ടിയതുപോലെ അവര് പിക്കോച്ചുവിനെ വാങ്ങാൻ വരുമ്പോ ഹിനട്ടയെ അവരുടെ കൂടെ തന്നെ കൊണ്ടുവരും. അവര് ഹിനട്ടയെ കൊടുത്ത് ആ ഒരു ഈച്ചയെ അതിനെ കൂലങ്കക്ഷമായിട്ട് നിരീക്ഷിക്കുമ്പോ അത് പിക്കോച്ചു അല്ലാന്ന് അവർക്ക് പിടികിട്ടും. അപ്പൊ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഫൈറ്റിന്റെ ഒടുവില് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ആ ഒരു ഈച്ചയെയും അതുപോലെ തന്നെ ഇപ്പൊ കിബയെയും കിട്ടി. ഹിനട്ടയെയും ഇപ്പൊ തിരികെ കിട്ടി. പക്ഷെ കിബയാവട്ടെ അവളെ സ്മെല്ല് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അത് ഹിനട്ടയല്ല, മറിച്ച് വെറും മെഴുകുകൾ മാത്രമാണെന്ന്. അവര് 3 പേരും അവരുടെ അസിസ്റ്റൻസിനെ വിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അതിവിദഗ്ധമായിട്ട് ചീറ്റ് ചെയ്തു. മാത്രമല്ല അവരവരുടെ ഈച്ചയെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഈച്ചകൾ കൂട്ടായിട്ട് വരുമ്പോ ഇപ്പൊ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകൾ ഉപയോഗിച്ച് ഒരു ഷീൽഡ് തന്നെ നിർമ്മിച്ച് നമ്മുടെ ആൾക്കാരെല്ലാവരും സേഫായിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കും. അപ്പൊ വില്ലന്മാര് അവരവിടേക്ക് കടന്നു വരുമ്പോ കുട്ടപ്പനാവട്ടെ ഞങ്ങളുടെ ഹിനട്ടയുടെ മര്യാദയ്ക്ക് അവളെ തിരിച്ചു തരാൻ പറയുമ്പോ അതിന് വില്ലന്മാര് പറയും ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചു. അവര് വീണ്ടും ഒരുപാട് ഈച്ചകളുടെ ദേഹത്ത് പേപ്പർ ബോംബ് ഘടിപ്പിച്ചു വിട്ട് നിങ്ങൾ യഥാർത്ഥ പിക്കോച്ചിയെ മറച്ചു വെച്ചു അല്ലേ, യുദ്ധം ചെയ്തു തന്നെ അത് നേടിയെടുക്കാന്ന് പറയുമ്പോ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഷീൽഡ് അത് ടൈറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്താ ഒരുപാട് പേപ്പർ ബോംബുകൾ അവിടെ വീണ് പൊട്ടിയതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ തകർന്ന് തരിപ്പണായി നമ്മുടെ ആൾക്കാരും അതിനോടൊപ്പം പുറത്തേക്ക് വരും. ഷിനോ ചാടി എഴുന്നേറ്റ് അവന്റെ ഈച്ചകളെ ക്ലൗൺസ് ആക്കി അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ തിരിച്ചവരും അവരുടെ ഈച്ചകളെ ക്ലൗൺസുകളാക്കി നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ കിബയ്ക്ക് ഇപ്പൊ ഒരുപാട് ടെൻഷനായിട്ട് ഷിനോയോട് പറയും ഒരു പക്ഷേ അവര് പിക്കോച്ചുയെ കണ്ടുപിടിച്ച അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ലേ. അതിന് ഷിനോ നമുക്കിപ്പോ വേറെ വഴിയില്ല, പക്ഷെ തീർച്ചയായിട്ടും അവർക്ക് അത്ര എളുപ്പത്തില് പിക്കോച്ചുവിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോ ഇവിടെ അക്കമരു ആവട്ടെ അവൻ സ്മെല്ല് ചെയ്ത് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് പാവം ഹിനട്ടക്കുട്ടപ്പിയെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അവരാ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഷെല്ലൊക്കെ അടിച്ച് തകർത്ത് ഹിനട്ടയെ പുറത്തെത്തിച്ച് അവളുടെ ബോഡി മുഴുവൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ ആരംഭിക്കും. അവളിരുന്ന് കരയാണ്. അവൾക്കാകെയുള്ള ഒരു ആശ്വാസം അത് കുട്ടപ്പനാണ്. കുട്ടപ്പനെ കെട്ടിപ്പിടിച്ച് അവൾ കരയുമ്പോൾ തന്നെ ഷിനോയ്ക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥ ഹിനട്ടയല്ല. കാരണം ഹിനട്ട അവൾ ഒരിക്കലും കുട്ടപ്പനെ കെട്ടിപ്പിടിക്കില്ല. കുട്ടപ്പനെ കാണുമ്പോൾ തന്നെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവക്കും. ഇവൾക്ക് അങ്ങനെ യാതൊരു പ്രത്യേകതയില്ല. പക്ഷെ കിബ അവൻ വീണ്ടും സ്മെല്ല് ചെയ്ത് ഇത് ഹിനട്ടക്കുട്ടപ്പി തന്നെയാണെന്ന് ഇപ്പൊ അടിച്ചു പറയും. അവൾ ചിരിക്കും. പെട്ടെന്ന് തന്നെ വലിയൊരു ശബ്ദത്തില് അവൾ പൊട്ടിത്തെറിച്ച് ഇപ്പൊ വില്ലത്തിയായി മാറും. സോ വില്ലന്മാര് ഇപ്പൊ അതിബുദ്ധിപരമായിട്ട് ഹിനട്ടക്കുട്ടപ്പിയുടെ ആ ഒരു കോട്ടിട്ടാണ് ഇപ്പൊ അവിടേക്ക് വന്നത്. അതുകൊണ്ടാണ് അവളുടെ ദേഹത്ത് ഹിനട്ടയുടെ സ്മെല്ല് കിബയ്ക്ക് ഫീൽ ചെയ്തത്. അവർ ആക്ച്വലി ഹിനട്ടക്കുട്ടപ്പിയെ വലിയൊരു നദിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഒരു വില്ലത്തി നമ്മുടെ ആൾക്കാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന സമയത്ത് ബാക്കി 2 പേര് അതേസമയം ഇപ്പൊ പിക്കോച്ചുവിന് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ ഹിനട്ടക്കുട്ടപ്പി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാല് ആ ഒരു റോപ്പ് അത് കട്ടായി അവൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. പിന്നീട് അവളെ തിരിച്ചു കൊണ്ടുവരാൻ അത് വളരെയേറെ പ്രയാസമാണ്. ഇവിടെ ഹിനട്ടക്കുട്ടപ്പിക്ക് ഇപ്പൊ കുട്ടപ്പനെയും ടീംസിനെ ഓർത്ത് ഒരുപാട് വിഷമാവും. ഇവിടെ വില്ലത്തി ആവട്ടെ അവൾ ഒരുപാട് പേപ്പർ ബോംബുകൾ അവിടേക്ക് വലിച്ചെറിഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് ഇപ്പൊ ചാടി പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാരാവട്ടെ ആ ബോംബ് പൊട്ടി വലിയ ഗുഹയിലേക്ക് ഇപ്പൊ വീഴാനായിട്ട് ആരംഭിക്കും. പക്ഷെ കിബ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ എല്ലാവരെയും അവിടെ തടഞ്ഞു പിടിക്കും. ഷിനോയും കുട്ടപ്പനും ആവട്ടെ കിബയുടെ കാലായി തൂങ്ങിക്കിടന്ന് ഇപ്പൊ അലറിക്കരയാൻ തുടങ്ങും. ആ ഒരു ഗുഹയ്ക്ക് ഏറ്റവും താഴെയായിട്ട് ഒരുപാട് ഈച്ചകളുടെ മുട്ട കാണുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ പേടിച്ചു വിറയ്ക്കും. ഇവിടെ വില്ലത്തി ഒരു തേനീച്ചയുടെ ബോഡിയിൽ ഒരുപാട് ബോംബുകൾ കണക്ട് ചെയ്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ ഒരു പിക്കോച്ചുവിനെ എനിക്ക് തരണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടന്ന് തേനീച്ചകളുടെ കുത്തുകൊണ്ട് ഇവിടെ തന്നെ മരിച്ചു പോവും. അതിന് നമ്മുടെ ആൾക്കാര് പിക്കോച്ചുവിനെ തരില്ല എന്ന് പറയുമ്പോ അവളാവട്ടെ ആ ബോംബ് കത്തിച്ചു വിട്ട് അവിടുന്ന് പുറത്തേക്ക് ചാടും. ദൂരത്തായിട്ട് വലിയ ശബ്ദം കേൾക്കുമ്പോ ഇവിടെ ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ അവള് പേടിച്ചു വിറയ്ക്കും. ഹിനട്ട ഒരു നിമിഷം കുട്ടപ്പൻ പറഞ്ഞത് ആലോചിക്കാൻ തുടങ്ങും. എന്തൊക്കെ സംഭവിച്ചാലും ഗിവപ്പ് ചെയ്യാൻ പാടില്ല. അവൾ അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ച് ഇപ്പൊ ചുറ്റും എത്ര ഈച്ചകളുണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യും. അത് 13 എണ്ണം ഉണ്ട്. പക്ഷെ അത് വളരെ ചെറുതായതുകൊണ്ട് അതിനെ അത്ര പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അവൾ അവളുടെ ചക്ര പവർ തന്നെ ഇപ്പൊ ഏകോപിപ്പിക്കാൻ ശ്രമിക്കും. അതേ സമയത്ത് ഇവിടെ കുട്ടപ്പനും ടീമും ആവട്ടെ ബോംബിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയ ഈച്ചകളുടെ മുട്ടയുടെ മുൻപിൽ ചെന്ന് വീഴും. ഷിനോ വീണ്ടും ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോ
അവന്റെ പവർ അതിപ്പോ കഴിഞ്ഞിരിക്കുന്നു. അവനെ കൊണ്ട് അത് സാധിക്കാതെ ഇപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവൻ തലയ്ക്ക് കൈവെക്കും. അപ്പൊ വീണ്ടും ആ വില്ലത്തി അവിടേക്ക് വന്ന് നിങ്ങൾക്ക് ജീവൻ തിരികെ വേണമെങ്കിൽ ആ പിക്കോച്ചുവിനെ എനിക്ക് തരണം. അതേ സമയത്ത് ഹിനട്ടെ ആവട്ടെ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തെ അത് പവർഫുള്ളായി തെറിപ്പിച്ച് 12 ഈച്ചകളെ അവിടെ വെച്ച് കൊന്നുകളയും. പക്ഷെ 13ാമത്തത് അതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും അതാ റോപ്പ് അത് കട്ട് ചെയ്ത് വിടും. ഇവിടെ വില്ലത്തി ആവട്ടെ അവള് സമറിൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു തേനീച്ചയെ അവിടേക്ക് വിളിച്ചു വരുത്തും. ഇപ്പൊ ഹിനട്ടെ കുട്ടപ്പി അവൾ പതിയെ പതിയെ ഒഴുകി ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് ആ ഒരു ഈച്ചയെ കണ്ട് പേടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും